ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ഓൾ ഓവർ ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബീഡ്സ് കൊണ്ട് തന്നെയാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു നെക്ക് പാറ്റേൺ ഒന്നും വേണ്ട. നമുക്കൊരു യോക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൾ ഓവർ കംപ്ലീറ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടോ അതുമല്ലെങ്കിൽ നെക്കിലേക്ക് മാത്രമായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു ബോട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് ശേഷം അതിന് താഴേക്ക് നമ്മുടെ പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ താഴേക്ക് ഈ രീതിയിൽ സ്റ്റെമ്മും പിന്നെ ലീഫൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു കുഞ്ഞു ചെടി എങ്ങനെ നിൽക്കുന്നോ അതാണ് നമ്മുടെ പാറ്റേൺ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് എത്ര ഭാഗത്തേക്കാണ് ഈ ഒരു ഡിസൈൻ വരേണ്ടത് അത്രയും ഭാഗത്തേക്ക് ഈ ഒരു ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു ലൈൻ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു എക്സാക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്കെയിലോ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞിരുന്ന് വരുന്ന ആ ലൈൻസ് കറക്റ്റായിട്ട് വരച്ചിട്ട് ആ ഒരു ലൈൻസ് തന്നെ ഈ ഫോളോ ചെയ്ത് ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഒരേ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഗ്രീൻ കളറിലുള്ള ഷുഗർ ബേഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ബീഡ്സും എടുക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മളൊരു സ്റ്റെം ലീഫ് പാറ്റേൺ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഏകദേശം ഈ ഒരു നമ്മൾ എടുത്തേക്കുന്ന ക്ലോത്തിനോട് ചേർന്ന് പോകുന്ന ഒരു ബീഡ്സാണ് എടുത്തേക്കുന്നത്. എക്സാക്റ്റ് ക്ലോത്തിൻ്റെ കളർ എടുക്കണ്ട, ചെറുതായിട്ട് വ്യത്യാസമുള്ളൊരു കളർ എടുത്താൽ മതിയാവും. അതുപോലെ നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലുപ്പമുള്ളൊരു പേൾ ബീഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്ന ത്രെഡ് എപ്പോഴും ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ പേൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേൾ ബീഡ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ അത് 2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഔട്ടർ ലെയറിലാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ കളറിലുള്ള ബീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അത് നമ്മൾ ഒന്നിച്ച് കോർത്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അത് അറിയാമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് കോർത്തെടുക്കുക ബീഡ്സ്. അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സെൻറ്ററിൽ വെക്കുന്ന പേൾ ബീഡിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കോർത്തതിന് ശേഷം ഇതുപോലെ വെച്ച് നോക്കുക. കറക്റ്റ് ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്ന എത്ര എണ്ണമാണ് വേണ്ടത് അത്ര എണ്ണം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു കുത്തി എടുത്തിട്ട് തന്നെ കുത്തി താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു വീടിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ ഇതുപോലെ വരും കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അതിനുശേഷം 4 സൈഡുകളും ലോക്ക് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈൻ പാറ്റേൺ ആണിത് കേട്ടോ. 4 സൈഡുകളും പ്രത്യേകം ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ. ഇനി 4 കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ താഴേക്ക് ആ ഒരു സ്റ്റെം വരുന്ന രീതിയിൽ ഇതുപോലെ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 5 ബീഡ്സാണ് അവിടെ ഇരുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു വലുപ്പത്തിനനുസരിച്ചിരിക്കും ബീഡ്സിൻ്റെ എണ്ണവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് ഇതുപോലെ താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡുകളിലേക്കുള്ളതും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ 5 ബീഡ് കൊടുത്തതുകൊണ്ട് സൈഡുകളിൽ 4 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. കാരണം ആ ഒരു ഹൈറ്റ് കുറച്ച് കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 4 എണ്ണം കണക്കിനാണ് ഞാനിപ്പോൾ വരച്ചെടുക്കേണ്ടേക്കണം കേട്ടോ. അതായത് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം സെൻറ്ററിൽ നമ്മൾ എത്ര എണ്ണമാണ് കൊടുത്തത് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ബാക്കി ആ 2 സൈഡിലേക്ക് വരുന്ന ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും അടുത്തത് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പാറ്റേൺ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ഡിസൈനാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ താഴേക്ക് കൊടുക്കുന്നത് സ്റ്റെം ഇതുപോലെ കൊടുക്കുന്നത് ലൂസായിട്ട് വല്ലതും തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. ഇനി നമ്മൾ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഭയങ്കര സിമ്പിളല്ലേ, എന്ത് എളുപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നവർ ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ നമ്പറും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നവരെ അയച്ചു തരാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ഏകദേശം വി പോലെയല്ലേ നമ്മുടെ ആ ഒരു ലീഫ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ കറക്റ്റായിട്ടും ആ ഒരു വി ഷേപ്പ് നിന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സ്റ്റെം വരുന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു വി പോലെ കൊടുക്കുന്ന പാറ്റേൺ കറക്റ്റ് ആ ഒരു അറ്റം അടിഭാഗം മുട്ടി നിൽക്കണം.
അപ്പോൾ നമ്മൾ മേളിൽ 2 ചെയ്തതിൻ്റെ മുട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് മുട്ടി നിർത്തിയിട്ട് അതിൽ നിന്ന് മേളിലേക്ക് ആ ഒരു സ്റ്റെമ്മ് വരുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ആയിരിക്കും. എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യോക്ക് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓൾ ഓവർ ഡിസൈനായിട്ടോ അതും അല്ലെങ്കിൽ നെക്കിൽ മാത്രമായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് കളറിലുള്ള ക്ലോത്താണ് എടുക്കുന്നത് അതിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒരു ബീഡ്സും ബാക്കി ഈ സെയിം കളർ ബീഡ്സും എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഒരു പാറ്റേണിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ഇതാണ്. ഇതേപോലെ സിമ്പിളായിട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരും. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.